താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരിൽ 4-5 മഹാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. ആരാണ് ആളുകളെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, സൂറത്ത് നൂഹിലൂടെ പരിചയപ്പെടുത്തുന്നു. വദ്ദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസർ. ഇങ്ങനെ 5 മഹാന്മാരായ ആളുകൾ അതാ ആ തലമുറയിൽ ജീവിച്ചിരുന്നു. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച മഹാന്മാരായിരുന്നു. അതാ അവരുടെ ദുആക്ക് അല്ലാഹ് പെട്ടെന്ന് ഉത്തരം കൊടുത്തിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾ. ഈ ആളുകളതാ നല്ലവരായ സ്വാലിഹീങ്ങളായ ഈ ആളുകൾ മൗത്തായപ്പോ, അവർ മരണപ്പെട്ടു പോയപ്പോ, അതാ കുറച്ചു കാലം കഴിയുമ്പോ ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കുന്നു. അതെന്താ ചിന്ത? ഇത്ര വലിയ മഹാന്മാരായ 4-5 ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് അവരങ്ങ് മരിച്ച് ഖബറടക്കി കഴിഞ്ഞ് വെറുതെ അങ്ങ് വിട്ടാൽ മതിയോ? അവർക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഈ നാട്ടിൽ കാണണ്ടേ? ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ ദുർബോധനം ചിന്തിക്കണം നിങ്ങൾ. ശിർക്ക് വരുന്ന വഴിയാ പറയുന്നത്. ആ ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയപ്പോ ഇബ്ലീസ് പറഞ്ഞു, എന്താണിപ്പോ ഇവരൊന്ന് ഓർമ്മിക്കാൻ, ഇവരെ ഒന്ന് ഓർമ്മ നിലനിൽക്കാൻ എന്താ ഒരു മാർഗം? നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മാർഗം തന്നെ. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാൻ അവരെന്താ ചെയ്തത്? ബിംബുണ്ടാക്കി വെച്ചു. എല്ലായിടത്തും നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരതാ പല നായകന്മാരെയും ഓർക്കാനതാ പല സ്ഥലങ്ങളിലും അവരുടേതായ പ്രത്യേകമായ നിലക്കുള്ള കട്ടൌട്ടുകളും അതുപോലെ തന്നെ പ്രതിമകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതാദ്യപടിയാണ്. നേതാക്കന്മാരെ ഓർക്കാനും ഓർമ്മ നിലനിൽക്കാനും പൂജിക്കാനും ആരാധിക്കാനും ഒന്നുമല്ല, ഓർമ്മിക്കാനും ആ ഓർമ്മ നിലനിൽക്കാനും വേണ്ടി ആവശ്യമാകുന്ന നിലക്ക് പ്രതിമാ നിർമ്മാണം ഇബ്ലീസ് ആദ്യം കൊടുത്ത ശിർക്കിലേക്കുള്ള ചൂണ്ടുവലകയായിരുന്നു. നിങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ 5 ആളെ പ്രതിമ ഉണ്ടാക്കി, വേറൊന്നും വേണ്ട, പൂജിക്കാനും ആരാധിക്കാനും ഒന്നുമല്ല, ഇവരെങ്ങനെ ഓർമ്മ ഉണ്ടാകണം നമുക്ക്. ഇവരെങ്ങനെ കാണുമ്പോ ഇവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, ഇവരൊക്കെ നല്ല സ്വാലിഹീങ്ങളായിരുന്നു, നമ്മളും അതുപോലെയൊക്കെ ജീവിക്കണം എന്ന ഓർമ്മ കിട്ടാൻ വേണ്ടി മാത്രം 5 ആളുടെ പ്രതിമ ഉണ്ടാക്കാൻ ഇബ്ലീസ് ഉപദേശിച്ചു. ആ നാട്ടിലെ ആളുകൾ വദ്ദിന്റെ പേരിൽ, സുവാഇന്റെ പേരിൽ, യഗൂസിന്റെ പേരിൽ, യഊഖിന്റെ പേരിൽ, നസറിന്റെ പേരിൽ 5 ബിംബം നാടൊട്ടാകെ ഉണ്ടാക്കി സ്ഥാപിച്ചു. അപ്പൊ ആരാധനയൊന്നും നടന്നില്ല. അവരെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ നേർച്ച വഴിപാടോ സുജൂദോ പൂജയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലൊരു 4-5 ബിംബം അങ്ങനെ കാണാണ്ട്, വേറൊന്നുമില്ല. പലയിടത്തുമായിട്ട് തെരുവിലൊരു 4-5 ബിംബം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് അവന്റെ അടുത്ത വിദ്യ പുറത്തെടുത്തു. അവന്റെ 2ാമത്തെ വിദ്യ എന്താണ്? അവൻ ആ തലമുറയോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ മുമ്പ് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? അവരുടെയൊന്നും വിഗ്രഹങ്ങൾ നാട്ടിൽ കാണാനില്ലല്ലോ. എന്തേ ഒരു 5 ആളെ പ്രതിമ മാത്രം നാട്ടിൽ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇബ്ലീസിന്റെ അടുത്ത സൂത്രം. ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ആലോചിപ്പിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിപ്പിച്ചു. എന്താ ആലോചിപ്പിച്ചത്? ഇവരുടെ മാത്രം വിഗ്രഹം ഉണ്ടാവാൻ എന്താ കാരണം? ഇവരൊക്കെ അള്ളാഹിനോട് വലിയ അടുപ്പമുള്ള മഹാന്മാരായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടഭാജനങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹിനോട് എന്തും ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നു. നമ്മളോ സാധുക്കള്, പാവങ്ങള്, പാമരജനങ്ങള്. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹിനോട് ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നത് കൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യണം? ദുആ അള്ളാഹിനോട് മാത്രം നടത്തുന്നതിന് പകരം ഈ നേതാക്കളോട് നടത്തിക്കോളൂ, അവരോട് പറഞ്ഞോളൂ, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ, അവരെ പൂജിച്ചോളൂ, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കോളൂ. അങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയാൽ ഈ നേതാക്കന്മാര് അള്ളാഹിനോട് ഇതാ നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞിട്ട്, ശുപാർശ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 സാധിപ്പിച്ചു തരുന്നതാണ്. ഇബ്ലീസിന്റെ 2ാമത്തെ വിദ്യ തികച്ചും വിജയിച്ചു, ശരിക്കും വിജയിച്ചു. മുൻ തലമുറ ആരാധിച്ചിരുന്നിട്ടില്ലാത്ത ഈ പ്രതിമകൾ പിറ്റേ തലമുറ ആരാധന തുടങ്ങി. അവരെന്താ ന്യായം പറഞ്ഞത്? ഈ വിഗ്രഹങ്ങളാണോ ആകാശഭൂമികൾ പടച്ചത്, മഴ തരുന്നത്, സൃഷ്ടിച്ചത്, സംഹരിക്കുന്നത് ഇവരാണോ? അതല്ല, മറിച്ച് ഇവരെ പൂജിക്കുന്നത് എന്തിനാണ്? ഏത് കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകൾ പറയുന്ന വാദം മാ നഅ്ബുദുഹും, അതാ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതായി ഖുർആൻ ശരീഫ് പറയുന്നു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ.
ഞങ്ങൾ ഇവരെ പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഇവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഇവരടുപ്പിച്ചോളൂ അള്ളാഹുവിലേക്ക്. നമുക്ക് നേരിട്ട് അടുക്കാൻ കഴിയൂല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഇപ്പോഴും പറയുന്നു, അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് മഹാന്മാരോട് ചോദിക്കലാണ്, ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് മഹാന്മാരോട് ചോദിക്കലാണ്. അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, പക്ഷേ കുറച്ച് വൈകും. മഹാന്മാരോട് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. അതിന് ഉദാഹരണം പലതും പറയുന്നു. അതാ ആധുനികമായിട്ട് പറയപ്പെട്ട ഒരു ഉദാഹരണം കേൾക്കണോ? ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം ഒരാൾ പറയുകയാണ്, അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, മഹാന്മാരോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഒന്നിന് സ്പീഡ് കൂടും, മറ്റേത് കുറച്ച് സ്പീഡ് കുറയും. ഒന്ന് KSRTCയിലൊക്കെ പോയാലും നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ KSRTCയിലും പോകാം, സ്പീഡ് സൂപ്പർ ഫാസ്റ്റിലും പോകാം, അല്ലെങ്കിൽ വല്ല സ്പീഡിലുള്ള വേറെ ഏതെങ്കിലും കാറിലൊക്കെ പോകാം, അല്ലേ? രണ്ടു മാർഗമുണ്ട്. അപ്പോ അള്ളാഹ് KSRTCയിൽ പോയാൽ അങ്ങനെ പതുക്കെ 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 ഇങ്ങനെ അവനാമ്പടിക്കൊക്കെ നിർത്തി ഇങ്ങനെ കുറെ കഴിഞ്ഞ് വേണം വേണ്ടാച്ചിട്ട് പോയി കോഴിക്കോടെത്തും. അതേ അവസരത്തിൽ സൂപ്പർ ഫാസ്റ്റിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീഡുള്ള വലിയ മുന്തിയ വാഹനത്തിലോ ആണ് കയറിയാലോ എത്രയോ സമയത്തിന്റെ മുമ്പേ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തിയിരിക്കും. ഈ ഉദാഹരണം പറഞ്ഞിട്ട് അയാൾ പറയാണ്, അള്ളാഹിനോട് തേടുമ്പോ KSRTCയിൽ പോകും പോലെ, അള്ളാഹിനോട് തേടുമ്പോഴേ KSRTC പോകുമ്പോലെ കിട്ടിയെങ്കിൽ എത്തിയെങ്കിൽ എത്തി. നീ വല്ല കട്ടയിലും ഡിപ്പോയിലൊക്കെ കയറ്റിടേണ്ടി വന്നാൽ ചിലപ്പോൾ കയറ്റിടേണ്ടി വരും. ആ കോലത്തിൽ അതിങ്ങനെ പതുക്കെ. മറ്റേതോ സൂപ്പർ ഫാസ്റ്റിൽ അല്ലെങ്കിൽ സ്പീഡുള്ള വാഹനത്തിൽ പോയാൽ പെട്ടെന്ന് മഅദല്ലാഹ് ഇന്നാ ലില്ലാഹി